തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിലും മിന്നുന്ന വിജയം കാഴ്ചവെച്ച രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. AICC ആസ്ഥാനത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ തേടി ഈ ചോദ്യം എത്തിയപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആദ്യ മറുപടി. 2 സീറ്റിലും ജയിച്ചതിൽ ഏറെ സന്തോഷം. വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഏതു സീറ്റാണ് നിലനിർത്തുകയെന്നത് തീരുമാനിച്ചിട്ടില്ല. 2 സീറ്റും എനിക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാൽ 2ലും തുടരാനാവില്ലല്ലോ. എല്ലാ വശവും ആലോചിച്ച് അക്കാര്യത്തിൽ തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഭരണഘടന സംരക്ഷിക്കാനാണ് താൻ പോരാടിയതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം. പോരാട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയല്ല, തിരഞ്ഞെടുപ്പ് ഫലം മോദിക്കുള്ള വലിയ സന്ദേശമാണ്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് റായ്ബറേലി. 2014ലും 19ലും സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലം. 2019ലെ തെരഞ്ഞെടുപ്പിൽ 1.67 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു BJPയുടെ ദിനേശ് പ്രതാപ് സിംഗിനെ സോണിയ പരാജയപ്പെടുത്തിയത്. ഇതേ ദിനേശ് പ്രതാപ് സിംഗിനെ തന്നെയാണ് ഇക്കുറി രാഹുലിനെതിരെ BJP രംഗത്തിറക്കിയത്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട്. വയനാട് സ്വന്തം നാടാണെന്നും വയനാട്ടിലെ ജനങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ആവർത്തിച്ചിരുന്നത്.